നമസ്കാരം സാറേ. നമസ്കാരം ഡിനീഷേ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ടെമ്പറേച്ചറിനെ പറ്റിയും കർഷകരെങ്ങനെ വളങ്ങളും മരുന്നുകളൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് നമുക്ക് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ പെസ്റ്റിസൈഡ് മാനേജ്മെൻറ്റാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക്ക്. പലർക്കും അറിയില്ല നമുക്ക് ഈ വിഷം എന്താണെന്നോ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ. കണ്ണും പൂട്ടി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും മരുന്നടിച്ചാൽ ഇന്ന രോഗം കൺട്രോളാകും, അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് മൂലം ഒരുപാട് അവയർനെസ് കർഷകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ വിഷത്തെ പറ്റിയിട്ടുള്ളൊരു കൃത്യമായൊരു അറിവ് നമ്മളാൽ കഴിയുന്ന വിധം നമ്മുടെ കർഷകർക്ക് വേണ്ടി സാറൊന്ന് പറഞ്ഞു തരണം. ഇപ്പോൾ ഡിനീസ, നമ്മൾ ഈ കടകളിലൊക്കെ പോകുമ്പം നമ്മൾ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ നമ്മളും പറയുന്നത്, ആൾക്കാരും പൊതുവെ പറയുന്നത് വിഷക്കടയിലോട്ടെന്നാണ്. ഈ വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിന് എളുപ്പം പറയാം, അതൊരു ലാറ്റിൻ വേർഡാണ്, സോലർ ഡിസീസസ് ഫാസിറ്റ് വെനീനം. ഇത്തരം നമ്മൾ സോലർ ഡിസീസ് ഫാസിറ്റ് വെനീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയത്തില്ല. ഈ വെനീനം പറയുമ്പോൾ നമുക്കറിയാം, വെനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം, അല്ലെങ്കിൽ പാമ്പിൻ്റെ വിഷത്തിന് പ്രത്യേകിച്ച് എന്ന് പറയുന്നത്. ഇത് ലാറ്റിൻ വേർഡാണ് കേട്ടോ. നമ്മുടെ മലയാളത്തിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ അളവാണ് അതിനെ വിഷമാക്കുന്നത്. ഏതൊരു പദാർത്ഥത്തിൻ്റെ അളവ് കൂടിയാൽ അതിനുണ്ടാകുന്ന ദോഷങ്ങൾ, കുറഞ്ഞാലുണ്ട് ദോഷങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരു വിഷത്തിനെ പറ്റി നമ്മൾ ഡെഫിനിഷൻ ചെയ്യുന്നത്. മലയാളത്തിൽ നമുക്ക് പറയാം, അധികമായ അമൃതും വിഷമാണ്. അതായത് നമ്മൾ മരിക്കാതെ ജീവിച്ചിരിക്കാൻ പറ്റും എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒരു സാധനം അമൃതം. അതാണെങ്കിൽ പോലും വിഷമാണ്. ഇനി നമ്മുടെ വെള്ളമുണ്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളവും അമിതമായി കഴിഞ്ഞാൽ വിഷമാവും. അതിന് വാട്ടർ പോയിസണെന്നോ അല്ലെങ്കിൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള പേര് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിഷമെന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തു അത് അമിതമായി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷകരമായിട്ട് വരും. ഇതാണ് വിഷത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പം നമ്മളെല്ലാം അറിയും കീടങ്ങളെ, അതായത് നമുക്കും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളൊരു ഡോക്ടർക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് പറയും മരുന്ന് കഴിക്കാൻ പറയും. അതായത് നമ്മുടെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ അവസ്ഥകൾ മുഴുവൻ പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ നമ്മളെ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന മരുന്ന് നിർദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അഗ്രികൾച്ചറിലെ കീടങ്ങളെ പറ്റി അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അതിന് വേണ്ടുന്ന പല മരുന്നുകളുണ്ട്. ഓരോ കീടത്തിൻ്റെയും അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് ആ മരുന്നുകൾ അത് എങ്ങനെ എപ്പോൾ ഏതിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു ശാസ്ത്രമുണ്ട്. നമ്മളിപ്പോൾ അവിടെ അങ്ങനല്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏലത്തിനെ പറ്റി ഒരു അവസാന സ്റ്റേജിലാണ് പല സ്റ്റഡികളും പല മരുന്നുകളും ഉപയോഗിക്കുന്നത്. ആദ്യം നെല്ലിലെ, ഗോതമ്പിലെ, പരുത്തിയിലെ, പച്ചക്കറിയിലെ ഈ സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ പലതും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതിനായിട്ടുള്ള ദോഷങ്ങളും വരും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പദാർത്ഥം അത് ഇത്ര ഗ്രാം ഒരു കീടത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നശിക്കും എന്നൊരു കണക്കുണ്ട്. അതിൻ്റെ ട്രയൽ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടത്തിന് അളവിൽ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്, അളവിൽ കൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അളവിൽ കുറച്ച് ഉപയോഗിച്ചാൽ നമുക്ക് അത് ഗുണം കിട്ടത്തില്ല. കൂടാതെ പ്രതിരോധ ശക്തി ആർജിച്ച് കഴിഞ്ഞാൽ ആ കീടം അല്ലെ ആ കുമിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഫീൽഡിലുണ്ടാകുന്ന പല കുഴപ്പങ്ങൾ കാണും. പിന്നെ ചില ആൾക്കാർ സ്വയമായിട്ടങ്ങ് തീരുമാനിക്കും, ഓവറായിട്ട് ഡോസ് കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അധികമായിട്ട് കഴിഞ്ഞാൽ വെള്ളവും വിഷമാവും എന്ന് പറഞ്ഞ കൂട്ട്, അത് ഈ ആ വിഷം അധികമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കീടങ്ങൾ നശിച്ച് പോയെങ്കിൽ പോലും പരിസ്ഥിതിയിലോ നമ്മുടെ ചെടിക്കോ ഉണ്ടാകുന്ന ദോഷങ്ങളുണ്ട്. അപ്പോൾ ആ ദോഷങ്ങൾ നമുക്ക് എപ്പോഴാണ് അറിയുന്നതെന്ന് വെച്ചാൽ അന്നേരം അറിയത്തില്ല. അതിൻ്റെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ഈ പണ്ട് കാലത്ത് നമ്മുടെ ഈ ബസ്മതി അരിയുണ്ട്. ബസ്മതി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത് വെച്ചൊരു ബിരിയാണി ഉണ്ടായിക്കഴിഞ്ഞാൽ നാട് മുഴുവൻ ഒരു സ്മെല്ലറിയും. അമിതമായിട്ടുള്ള തെറ്റായിട്ടുള്ള പല പ്രാക്ടീസും ഇതിൻ്റെ സുഗന്ധം നഷ്ടപ്പെടുത്തി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏലത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സുഗന്ധമുണ്ട്, അതിൻ്റെ ഓയിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ തെറ്റായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഏലക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സുഗന്ധമൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനമാണെങ്കിലും, പ്രത്യേകിച്ച് വിഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള അറിവുള്ള ആൾക്കാരോട്ട് ഡിസ്കസ് ചെയ്ത് ശരിക്കും നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ആ ഉപയോഗിക്കുന്ന സമയങ്ങളുണ്ട്, കാലാവസ്ഥകൾ, തണുപ്പുള്ള കാലാവസ്ഥയുണ്ട്, ചൂടുള്ള കാലാവസ്ഥയുണ്ട്. ഈ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈർപ്പം കൂടിയത്, ഈർപ്പം കുറഞ്ഞ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കൃത്യമായിട്ട് അതിൻ്റെ ആ ഡയറക്ഷൻ നോക്കണം. അതിനെ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞിരിക്കുന്നത് അറിവുള്ളവരോട് ചോദിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ നമ്മളെല്ലായിടത്തും ഉപയോഗിച്ചാൽ പറ്റത്തില്ല. ഓരോ ഏരിയയ്ക്കും ചൂട് കൂടിയ കാലാവസ്ഥയുണ്ട്, ചൂട് കുറഞ്ഞ കാലാവസ്ഥയുണ്ട്. ഏത് സമയത്തും നമ്മൾ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ചാലും ആവശ്യത്തിനുള്ള ഈർപ്പം മണ്ണിലുണ്ടായിരിക്കണം.
അതിന് എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഉപയോഗിക്കുമ്പം നമ്മുടെ മണ്ണിലെ എല്ലാ കാര്യങ്ങളും ഗുണകരമായിട്ട് ഒരു പുട്ടുപൊടിക്കുന്ന പരുവുണ്ടല്ലോ, പുട്ടുപൊടി നനച്ച് വെച്ചേക്കുന്ന പരുവമാണ്. അങ്ങനെ ഇളക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവും. അപ്പോൾ സാറേ, നമുക്ക് ഈ പെസ്റ്റിസൈഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ കാറ്റഗറി. റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഇപ്പം നമ്മൾ കീടനാശിനി ഉണ്ടാക്കുമ്പം കീടനാശിനി എല്ലാം അപകടകരമാണ്. അതായത് കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മനുഷ്യനോ മിത്രജീവികൾക്കോ എത്രത്തോളം ഹാനികരമാവുന്നെന്ന് ഉള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ട്രയാങ്കിളുകൾ. റെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം കൂടിയത്, അതിന് താഴത്ത് വരുന്നത് മഞ്ഞയുണ്ട്, പിന്നെ പച്ച, നീല ഇങ്ങനെ വരുന്നു. ഈ നീലയോ പച്ചയോ വന്നെങ്കിൽ പോലും അപകടം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം, നമുക്ക് അപകടത്തിൻ്റെ തോത് കുറവായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് വേണം. ഇപ്പോൾ റെഡ് ട്രയാങ്കിളിലുള്ള പല സാധനങ്ങളുമൊക്കെ നമ്മുടെ ഫീൽഡിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ്. മഞ്ഞയും ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റൊക്കെ ഏകദേശം ഔട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്ന ടെക്നിക്കലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യനോ മിത്രജീവികൾക്കോ ഈ പ്രിക്കോഷൻ ചെയ്യുമ്പോൾ, മിത്രജീവികൾ എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൃഷിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിന് ദോഷകരമാവാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കീടനാശിനി തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓർഗാനോ ഫോസ്ഫറസ് അങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്തിൽ പൈറിത്രോയിഡ് ഗ്രൂപ്പിൽ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ ബോംബിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. അതായത് ബോംബ് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദോഷമുള്ളതും പോവും, ചിലപ്പോൾ നല്ലതും പോവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. ഇനി ഈ സമയത്ത് പറയുവാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കീടങ്ങളുടെ ആക്രമണം, ചില കുമിളുകളുടെ ആക്രമണമുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളുണ്ട്. തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ തണ്ടുതുരപ്പൻ എന്ന് കോമണായിട്ട് അങ്ങ് പറയും. തണ്ടുതുരപ്പനുണ്ട്, അതേ ശരം തുറക്കുന്നുണ്ട്, കാ തുറക്കുന്നുണ്ട്. ഇതിൽ പോലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ ശലഭങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആൾക്കാരുടെ എല്ലാവരും വിചാരമുണ്ട് ഈ തണ്ടുതുരപ്പൻ ശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമുള്ള ശലഭമുണ്ടല്ലോ, ഈ ശലഭത്തിനെ കാണിച്ച് ഇതൊന്നുമല്ല, നമ്മുടെ ഒരു ഈച്ചയുടെ കൊതുകിൻ്റെയൊക്കെ വലിപ്പമുള്ള സാധനങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെ തോട്ടങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പം ഓരോ കാലാവസ്ഥയിലും മുട്ട വിരിയുന്നുണ്ട്, കൂടുതലായിട്ടുണ്ടാകും. എന്നാൽ ചില നമ്മുടെ കീടങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ത്രിപ്സിൻ്റെയും ഈ ഹ്യൂമിഡിറ്റിയും കൂടി നിൽക്കുന്നതുകൊണ്ട് ത്രിപ്സും ബോററും ഒക്കെ കൂടുതലായിട്ടുണ്ടാവാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ. പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഫംഗസുകളുണ്ട്. പേര് പോലും ഇനിയിപ്പോൾ ഡെഫിനേഷനിൽ വരേണ്ട ഫംഗസുകളുണ്ട്. ഏകദേശം ഈ ഷീറ്റ് ബ്ലൈറ്റ് പോലുള്ള ആ സ്പീഷീസിൻ്റെ ചേഞ്ചുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുമ്പം പല മരുന്നും കൊടുക്കുമ്പം ചെടിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കീടനാശിനി പറഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ തണ്ടുതുരപ്പനായിട്ട് സ്പെനിറ്റോറാമെ അല്ലെങ്കിൽ ക്ലോറാൻട്രാനിലിപ്രോള്, ഇതൊക്കെ മണമില്ലെന്നുള്ളതാണ് ഒരു. അതെ. അത് പിന്നെ നമ്മൾ വരുന്നുണ്ട് എമാമെക്റ്റിനെ, അങ്ങനെ ഇൻഡോക്സക്കാർവ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതും തനിച്ച് മരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും അതെല്ലാം ബോററിനെ മെയിനായിട്ട് കണക്ക് കൂട്ടുന്നത്. ത്രിപ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിനൊപ്പം നമ്മുടെ ഇമിഡാക്ലോപ്രിഡ്, അതായത് അസെറ്റാമിപ്രൈഡ്, തൈമത്തോക്സാമ്, അങ്ങനെ കുറേ ഗ്രേഡ് വരുന്നുണ്ട്. ഇതിനൊപ്പം നമുക്കിപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിരിയാതിരിക്കാനായിട്ട് ഓയിസൈഡൽ ആക്ഷൻ കിട്ടാനും ഇതിൻ്റെ വംശവർദ്ധനവ് തടയാനും ഒക്കെ ആയിട്ട് നമുക്ക് അസാഡിറാക്റ്റിൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ സാറേ, നമ്മുടെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഓരോ കെമിക്കലിനും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഓരോ കമ്പനികൾ അതിന് കൃത്യമായൊരു വെയിറ്റിംഗ് പീരീഡ് ഓരോ പോയിസണും കൊടുത്തിട്ടുണ്ട്. അതുകൂടി എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ആയി കിട്ടും. നമ്മൾ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് പീരീഡ് കൊടുക്കും. അതായത് ഏതെങ്കിലും ഒരു പദാർത്ഥം, അത് ഈ പദാർത്ഥം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിലായിരിക്കും. അതിൻ്റെ മീഡിയം വെള്ളമായിരിക്കും. വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ, വെറുതെ ഇരിക്കുമ്പോഴല്ല, സേഫായിട്ട് പാക്ക് ചെയ്തുമ്പോഴും വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നിശ്ചിത സമയം, ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ഒരു 30 ദിവസം കൊണ്ട് അത് ഡീഗ്രേഡ് ചെയ്ത് പോവും. അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പല കാരണങ്ങളാൽ, ഒന്ന് നമ്മുടെ കാലാവസ്ഥ കൊണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ രീതികൾ കൊണ്ട് ചിലപ്പോൾ അത് കുറഞ്ഞു പോകാം. 30 ദിവസത്തിന് മേളിൽ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിക്കാരൻ്റെ ഭാഗ്യവും അവരുടെ മിടുക്കുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യം, മഴ സമയത്ത് ഈ കീടങ്ങളുടെ ആക്രമണം കുറയാൻ കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യുബേഷൻ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എന്ന് വെച്ചാൽ അമ്മമാരൊക്കെ ഈ അല്ലാതെ തന്നെ അട വെച്ചാൽ വിരിച്ചുകൊണ്ടിരുന്നത്.
ഈ ഇൻക്യുബേറ്റർ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളും ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ വിരിയിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുമ്പം മുട്ടകൾ വിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതലായിട്ട് നമ്മുടെ ഈ ചൂട് കൂടുന്ന, അതായത് ജനുവരിക്ക് ശേഷമുള്ള ഒരു മെയ് വരെയുള്ള സാഹചര്യത്തിൽ തണ്ടുപറപ്പിൻ്റെയും മറ്റ് കീടങ്ങളുടെയും കാര്യം ശ്രദ്ധിക്കണമെന്നും അതിന് അനുയോജ്യമായിട്ടുള്ള കൃഷി സംരക്ഷണ മരുന്ന് കൊടുക്കണമെന്നും പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ചൂട് കുറഞ്ഞു വരുന്ന സമയത്ത്, മഴ സമയത്ത് പറയുമല്ലോ, ഇപ്പോൾ ഈ വലിയ കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അടിക്കാനും പറ്റത്തില്ല. ആ സമയത്ത് തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടും മുട്ട വിരിയാനുള്ള ചാൻസുകളും കുറവായിരിക്കും. ഇതും പറഞ്ഞ് തീർത്തും അങ്ങനെയല്ല പറഞ്ഞു. പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മഴ സമയത്ത് പോലും തണ്ടുതുറപ്പിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. പ്രത്യേക ഇതിനെല്ലാം ഈ സാഹചര്യങ്ങളെ നമ്മൾ മറികടക്കുന്നതിനോട്ട് കീടങ്ങളും മറികടക്കും. അത് നമ്മൾ ഓർക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചർ സ്ട്രെസ്സും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഹൈ ടെമ്പറേച്ചർ സ്ട്രെസ്സും ഉണ്ട്. അതായത് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞിരിക്കുമ്പം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സുണ്ട്. അത് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പലത് നമ്മളതെന്ന് വെച്ചാൽ അരി പോലും ഇല്ലാത്ത ചെറിയ മണിമണി പോലുള്ളത്, അതായത് ഏലക്ക പിടിച്ച് വരുന്ന പരുവത്തിലുള്ള കായകളുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോഗ്രാഫുണ്ട്, വേണമെങ്കിൽ ഞാനത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇട്ട് തരാം. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉള്ള സ്ട്രെസ്, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീടനാശിനി കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പേർട്സിനോട് ചോദിച്ചിട്ട് നമുക്ക് പറ്റുന്ന മരുന്നുകൾ സെലക്ട് ചെയ്യുക, കൃത്യമായിട്ട് കവർ ചെയ്യുന്ന അടിച്ചു. പിന്നെ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ചൂട് സമയമാകുമ്പം ചെടി കുളിപ്പിച്ചടിക്കും, അല്ലാത്ത സമയത്ത് മുക്കാത്തട്ട. അതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞാൽ, നമ്മുടെ ഏലത്തോട്ടങ്ങളിലൊക്കെ ആ പ്രാക്ടീസാണ് കൂടുതലായിട്ട് പോകുന്നത്. പക്ഷേ എപ്പോഴും ഏത് മരുന്നും ഇല കുളിപ്പിച്ച്, അതായത് ചെടി കുളിപ്പിച്ച് അടിച്ച് പോകണമെന്നാണ് അതിൻ്റെ സയൻസ്. അതായത് കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്ന മരുന്നുകളുടെ സിസ്റ്റമിക്കായിട്ടുള്ള മരുന്നാണെങ്കിൽ, കോൺടാക്റ്റ് പോയിസൺ എന്ന് പറഞ്ഞാൽ തൊടുവിഷം എന്ന് പറയുന്ന സാധനങ്ങളല്ല, സിസ്റ്റമിക്കായിട്ടുള്ള മരുന്നാണെങ്കിൽ ഇല കൂട്ടി അടിച്ചാലാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുന്നത്. പിന്നെ എല്ലാവരും ഈ ചെടികളുടെ ക്ലാസിഫിക്കേഷൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഒറ്റത്തടിയുള്ള മരങ്ങളുണ്ട്. ഏലം എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പായിട്ട് വളരുന്ന ഒരു ചെടിയാണ്, അതിൻ്റെ ഒരു ക്ലാസ് വേറെയാണ്. അപ്പോൾ അതിന് പാലിക്കേണ്ട കുറേ നിബന്ധനകൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇപ്പോഴെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഒരുപാട് നന്ദി സാറേ നമ്മുടെ ഈ ഒരു പോയിസനെ പറ്റി ഉള്ള ഈ ഒരു ബ്രീഫ് ക്ലാസ്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് നമുക്ക് മുമ്പോട്ടുള്ള ഓരോ എപ്പിസോഡിലും നമ്മുടെ കർഷകരുടെ സംശയങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒരുപാട് നന്ദി. ഓക്കെ നന്ദി.